സമയമെൻ അന്ധതയതു മൂലം പാതയറിയാതെ ഞാനലയുമ്പോൾ ശത്രുവിൻ പരീക്ഷയൻ നേരെ വന്നിടുന്നോരോ മാത്രയിൽ ജയം നൽകി രക്ഷിച്ചിടുന്ന യേശു സന്നിധി മാമാഭാഗ്യം. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് യോനയുടെ പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജനാസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. യോന പ്രവാചകൻ്റെ പുസ്തകമാണല്ലോ നാം ഈ ദിവസങ്ങളിൽ ഒന്നിച്ച് പഠിക്കുവാനായി ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 4-ാം അധ്യായം 9-ാമത്തെ വാക്യം ഞാൻ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിച്ചാലും, ദൈവം യോനയോട് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറയും. ഇവിടെ യോന കോപിക്കുന്നത് ആവണക്ക് നിമിത്തമാണ്. അപ്പം അതുകൊണ്ട് ദൈവം അക്കാര്യം തന്നെ അവനോട് ചോദിക്കുകയാണ്, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമാണോ, അത് യോഗ്യമാണോ എന്നാണ് ദൈവത്തിൻ്റെ ചോദ്യം. 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് ദൈവം യോനയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിന് യോന ഉത്തരവൊന്നും പറയുന്നില്ല. അതിന് ഉത്തരം പറയാതിരുന്നതിൻ്റെ കാരണം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആ കോപത്തിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല യോനയ്ക്ക് മറുപടി പറയാൻ. കാരണം ദൈവം നിനവേലെ ജനങ്ങളോട് കരുണ കാണിച്ചു. യോനയെ സംബന്ധിച്ച് അത് യോനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ഇഷ്ടപ്പെടാതിരുന്ന കാരണം കൊണ്ട് യോന അങ്ങ് കോപിക്കുക. അത് മുഖാന്തരം യോനയ്ക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്ത് കാരണമാണ് ദൈവത്തോട് പറയുക? ഒന്നും പറയാതെ മൗനമായിട്ട് ഇരിക്കുക. ചില സന്ദർഭങ്ങളിൽ മനുഷ്യൻ വെറുതെ അങ്ങ് കോപിക്കും. എന്തിനാ കോപിച്ചത്? കോപിച്ചതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ചിലപ്പോൾ അങ്ങ് ഇഷ്ടപ്പെടാതെ വരുന്ന കാര്യത്തിൽ അങ്ങ് കോപിക്കും. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ചിലപ്പോൾ ഭാര്യയോടായിരിക്കും, മക്കളോടായിരിക്കും, അല്ലെങ്കിൽ അയൽവക്കംകാരോടായിരിക്കും, സഭയിലായിരിക്കും, അങ്ങനെ പല സ്ഥലങ്ങളിൽ, ജോലി സ്ഥലത്തായിരിക്കും. എന്തിനാ കോപിച്ചേ? അവർക്ക് തന്നെ അറിയത്തില്ല. കോപിച്ചതിൻ്റെ കാരണമൊന്നുമില്ല, വെറുതെ അങ്ങ് കോപിച്ചു. തമാശയ്ക്കാണോ കോപിച്ചേ? അതല്ല. പിന്നെ എന്തോ ഒരു മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു. ആർക്കാ? ഈ കോപിച്ച വ്യക്തിക്ക്. ഒരുപക്ഷെ എനിക്കായിരിക്കാം, താങ്കൾക്കായിരിക്കാം. അപ്പോൾ അങ്ങനെ ആ മാനസികമായ പ്രതിസന്ധി ചിലരോട് ചിലപ്പോൾ ഉണ്ടാകാവുന്ന അസൂയ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുൻപുണ്ടായിരുന്ന പിണക്കത്തിൻ്റെ കാര്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകളുടെ വാക്കുകൾ വേദനിപ്പിച്ചത് മുഖാന്തരം അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് കയറി വന്ന ആരോടെങ്കിലും ആയിരിക്കാം കോപിച്ചത്. ചിലരൊക്കെ അങ്ങനെയാണല്ലോ. മറ്റുള്ളവരോടുള്ള കോപം ചിലപ്പോൾ വേറെ ആരോടെങ്കിലുമൊക്കെ അങ്ങ് തീർക്കും. അപ്പോൾ ഇവിടെ നിനവയിലുള്ള ആളുകളോടുള്ള കോപം തീർത്തത് ദൈവത്തോടാണ്. അതാണ് യോനയ്ക്ക് ആ 4-ാം അധ്യായത്തിലെ പ്രശ്നം, 4-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിലെ പ്രശ്നം. എന്നാൽ ഈ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോന കോപിച്ചതിന് ഒരു കാരണമുണ്ട്, ചൂണ്ടിക്കാണിക്കാൻ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? ഈ ആവണക്കങ്ങ് ഉണങ്ങിപ്പോയി. ആവണക്കുണങ്ങിപ്പോയി. അത് ഉണക്കിക്കളയേണ്ട കാര്യമില്ലായിരുന്നു. അപ്പം യോനയ്ക്ക് പിടികിട്ടി. എന്താ പിടികിട്ടിയത്? ഇത് ദൈവം ചെയ്ത പരിപാടിയാണ്. കാരണം ഒരു ദിവസം മുളച്ചു വന്ന ആവണക്ക് യോനയുടെ തലയിൽ വലിയൊരു തണലായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പുഴു വരുന്നു, ആ ആവണക്കിനെ കുത്തിക്കളയുന്നു, പിന്നെ അത് വാടിപ്പോകുന്നു. അപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ പറയാനൊരു കാരണമുണ്ട്. എന്താ? യാവണക്കിനെ ദൈവം ഉണക്കിക്കളഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ കോപിക്കുന്നത്. അപ്പോൾ ദൈവം കൃത്യമായിട്ട് ആ കാര്യത്തിലാണ് പിടിച്ചത്. എന്താ? ദൈവം ചോദിക്കുകയാണ്, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ? എന്താ കർത്താവ് അങ്ങനെ പറയാൻ കാരണം? എന്താ ദൈവം അങ്ങനെ
ഈ യോനയോട് സംസാരിക്കുന്നത്. കാരണം ഈ ആവണക്കിനെ 10-ാം വാക്യത്തിൽ അതിന് യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാഗം തോന്നുന്നുവല്ലോ. അപ്പോൾ ഒരു രാത്രിയിൽ ഉണ്ടായി വന്നതാണ്, പിന്നെ മറ്റൊരു രാത്രിയിൽ അത് നശിച്ചു പോയതാണ്. അപ്പോൾ ഒരു ദിവസം ഒരു രാത്രിയിൽ യോനയറിയാതെ ഉണ്ടായി വന്ന ഒരാവണക്ക്, മറ്റൊരു രാത്രിയിൽ യോനയറിയാതെ തന്നെ നശിച്ചുപോയ ആവണക്ക്. യോനയ്ക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല. യോന അതിനെ നട്ടില്ല, യോന അതിനെ വളർത്തിയില്ല, യോന അതിനു വേണ്ടുന്ന ഒന്നും ചെയ്തില്ല. പിന്നെ ഈ കാര്യത്തെ ഓർത്ത് യോനയ്ക്ക് എന്തിനാ ഭാരം? നമുക്കറിയാം, ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഭയങ്കര സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ ഒക്കെ ഇയ്യോബ് കടന്നുപോയി. എന്തെല്ലാം പ്രതിസന്ധികൾ, എന്തെല്ലാം ദുഃഖകരമായ സാഹചര്യം. മക്കൾ നഷ്ടപ്പെട്ടു, തൻ്റെ കൃഷിയെല്ലാം നഷ്ടപ്പെട്ടു, ദാസീദാസന്മാർ നഷ്ടപ്പെട്ടു, മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു, എല്ലാവരും നഷ്ടപ്പെട്ടു. ഒടുവിൽ താനും ഭാര്യയും മാത്രം അവശേഷിച്ചു. അപ്പോൾ ഇയ്യോബ് തൻ്റെ ഭാര്യയോട് പറയുന്നൊരു വാക്ക്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ഭക്തന് അത് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണല്ലോ ദൈവം ഇയ്യോബിനെ നോക്കി പറഞ്ഞത്, ഇവനെ പോലൊരു ഭക്തൻ, സ്തോത്രം, വേറെ ആരുമില്ല. ദൈവം തന്നു, ദൈവം എടുത്തു. നമ്മളാരും നട്ടു വളർത്തിയതല്ല ഇതൊന്നും. നമ്മുടെ ആരുടെയും കഴിവല്ല ഇതൊന്നും. നമ്മുടെ ധനമാകട്ടെ, നമ്മുടെ മക്കളാകട്ടെ, നമ്മുടെ കുടുംബമാകട്ടെ, നമുക്കുള്ള പണമാകട്ടെ, നമ്മുടെ ജോലിയാകട്ടെ, നമുക്കുള്ള വിദ്യാഭ്യാസമാകട്ടെ, നമ്മുടെ ആരോഗ്യമാകട്ടെ, നമ്മുടെ ആയുസ്സാകട്ടെ, ഇതൊന്നും നമ്മുടേതല്ല, ദൈവം തന്നതാണ്. അഥവാ ഒരു സുപ്രഭാതത്തിൽ ദൈവം അതിനെ അങ്ങ് എടുത്തു എന്ന് വിചാരിക്കാം. ഒരുപക്ഷെ നമ്മുടെ തുണയെ ദൈവം അങ്ങെടുത്തു. ഒരുപക്ഷെ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ മാതാപിതാക്കളെ, നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതരെ, സഭയിലുള്ള സുവിശേഷകനെ അല്ലെങ്കിൽ അവിടുത്തെ മൂപ്പനെ, നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ ഒരു സുപ്രഭാതത്തിൽ മാറ്റപ്പെട്ടു. നമുക്ക് ദൈവത്തോട് എന്ത് കംപ്ലൈൻ്റ് ഉണ്ട്? ഒന്നും പറയാനില്ല. കാരണം അത് ദൈവം നൽകിയ ആയുസ്സും ആരോഗ്യമാണ്. ദൈവം അതങ്ങ് എടുത്തു. നമ്മുടെ ജോലി ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെട്ടു. നമ്മുടെ പണം ഉണ്ടായിരുന്നല്ല ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെട്ടു. നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു, നാം രോഗിയായി തീർന്നു, പല രോഗത്താൽ ഭാരപ്പെട്ടു എന്ന് വിചാരിക്കുക. നമുക്കെന്ത് കംപ്ലൈൻ്റ് ഉണ്ട് ദൈവത്തോട്? കാരണം അത് തന്നത് ദൈവമാണ്. അതിനെ എടുക്കുവാനുള്ള അധികാരവും ദൈവത്തിനുണ്ട്. ഒറ്റ വാക്കേ ഇയ്യോബ് പറയും പോലെ നമുക്ക് പറയാനുള്ളൂ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം. അത് കഴിയുന്നത് ഒരു ഭക്തനേ കഴിയും. നമ്മൾ ഭക്തരല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ദൈവം എടുത്ത ഓരോന്നിനെ ഓർത്ത് നമ്മൾ ദുഃഖിച്ചും കരഞ്ഞും നിലവിളിച്ചും പിറുപിറുത്തും പരാതി പറഞ്ഞും ദേഷ്യപ്പെട്ടും കോപിച്ചും കൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആ വേദന വിട്ടുമാറാതെ മനുഷ്യൻ ഭയങ്കര ദുഃഖത്തിലായി പോകുന്നത്, അതിവേദനയിലായി പോകും, പിന്നെ കരകയറാൻ കഴിയുന്നില്ല. എന്നാൽ ഇയ്യോബിനെ പോലെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയണം. ഇയ്യോബിനെ പോലെ ദൈവത്തോട് പറയാൻ കഴിയണം, എൻ്റെ കർത്താവേ, ഇത് തന്നത് നീയാണ്, സ്തോത്രം. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ തന്നത് ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ ദൈവം അതിനെ തിരിച്ചെടുക്കുമ്പോൾ സ്തോത്രം ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ വിചാരം ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് നേടിയെന്നാണ്.
ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ഇതെല്ലാം സമ്പാദിച്ചു, എൻ്റെ കഴിവിലാണ് എൻ്റെ ആശ്രയം. അങ്ങനെയുള്ളവർക്ക് അത് നഷ്ടപ്പെടുമ്പോൾ അതിവേദന അനുഭവപ്പെടും. എന്നാൽ ദൈവം തന്നു എന്ന് വിചാരിക്കുന്ന ആൾക്ക് അത് തന്നത് ദൈവമായതുകൊണ്ട് അവൻ്റെ പരമാധികാരം അത് എടുക്കാനും കൂടി അവനധികാരമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവസന്നിധിയിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കും. ഈ നാളുകളിൽ നാം കോപിക്കുന്നവരായിട്ടാണോ ഇരിക്കുന്നത്? നമുക്ക് നഷ്ടപ്പെടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ അതിഭയങ്കരമായ കോപത്തോടെ ദൈവത്തോട് നാം പരിഭവം പറഞ്ഞ് മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം, ഞാൻ എൻ്റെ ഒടുവിലത്തെ ശ്വാസം വരെ ഞാൻ കോപിക്കും എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കോപിക്കുന്നവരാണോ നമ്മൾ? നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നമ്മുടെ ജീവിതം എപ്രകാരമാണ്? കോപിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ തെറ്റോടെയുള്ള കോപം തെറ്റ് തന്നെയാണ്. ശരിയല്ലാത്ത കോപം, ദൈവസന്നിധിയിൽ യോഗ്യമല്ലാത്ത കോപം, അത് തെറ്റാണ്. അത് ദൈവം എന്നിൽ നിന്നും താങ്കളിൽ നിന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തോട് പറയണം, കർത്താവേ, അന്യായമായിട്ടുള്ള എൻ്റെ കോപത്തെ, ശരിയല്ലാത്ത എൻ്റെ കോപത്തെ നീക്കിക്കളയണം. കാര്യഗൗരവമുള്ള കാര്യത്തിന് വേണ്ടി കോപിക്കുന്നത് തെറ്റാന്ന് വേദപുസ്തകവും പറയുന്നില്ല. എന്നാൽ ശരിയല്ലാത്ത കോപത്തെ എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞ് ശാന്തമായ നല്ലൊരു സ്വഭാവം തരണമേ എന്ന് ഞാനും താങ്കളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, അങ്ങനെ നല്ല ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം വരുന്ന ദിവസങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.